നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മാസങ്ങളായി തുടരുന്ന അനിശ്ചിതത്വത്തിന് ഒടുവിൽ തീരുമാനമാകുന്നു. അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ കുടുങ്ങിയേക്കും. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനൊപ്പം കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് MD ശശിധരൻ കർത്തായെയും ചോദ്യം ചെയ്തേക്കുമെന്നാണ് വിവരം. ആദ്യപടിയായി CMRL ഫിനാൻസ് ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരോട് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റു ഉദ്യോഗസ്ഥരെയും ഉടൻ വിളിപ്പിച്ചേക്കും. ഇല്ലാത്ത സേവനത്തിന് പണം നൽകിയെന്ന് ഇവരിൽ ചിലർ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷന് നേരത്തെ തന്നെ മൊഴി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷിക്കുന്നുണ്ട്. CMRL ഇല്ലാത്ത സേവനത്തിന് പിണറായി വിജയന്റെ മകൾ വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും 1,72,00,000 രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ഇതിനൊപ്പം ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വീണ വിജയൻ, എക്സാലോജിക് കമ്പനി, പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവരാണ് കേസിൽ അന്വേഷണ പരിധിയിൽ വരുന്നത്. നിലവിലില്ലാത്ത സേവനങ്ങൾക്കുള്ള പേയ്മെന്റ് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്ന് ED നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ചോദ്യം ചെയ്യലിന് മുൻപ് എതിർകക്ഷികളിൽ നിന്ന് ED ബന്ധപ്പെട്ട രേഖകൾ തേടും. ഇതിനോട് സഹകരിച്ചില്ല എങ്കിൽ റെയ്ഡ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവരെ ചോദ്യം ചെയ്യും. വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളാണ് ഈ ഒരു നടപടിയിലൂടെ കേരളം കാത്തിരിക്കുന്നത്. അഴിമതി കാണിച്ചത് വീണ വിജയൻ ആണെങ്കിലും അതിന്റെ യഥാർത്ഥ ഗുണഭോക്താവ് PV എന്നറിയപ്പെടുന്ന പിണറായി വിജയനാണെന്ന് പരസ്യമായ ഒരു രഹസ്യമാണ്. മാത്യു കുഴൽനാടനും ഷോൺ ജോർജും അടക്കമുള്ള ആൾക്കാർ ഇത് അനവധി തവണ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വീണ വിജയനെ ED ചോദ്യം ചെയ്തതോടെ സ്വാഭാവികമായും അവരുടെ തുടർ നടപടികൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും എത്തും. അതിനെത്ര സമയമെടുക്കും? ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാകുമോ അതോ അതിനുശേഷമാണോ എന്ന ചോദ്യത്തിന് മാത്രമേ ഉത്തരം കിട്ടാനുള്ളൂ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്നും ആദ്യ കേജ്രിവാൾ ആകാനുള്ള വലിയ അവസരമാണ് പിണറായി വിജയനെ കാത്തിരിക്കുന്നത്. പാർട്ടി ഏതാണ്ട് മുഴുവൻ സ്വന്തം കൈപ്പിടിയിലാക്കിയിരുന്നു. ഒരു ലക്ഷണമൊത്ത ഏകാധിപതിയെ പോലെ പെരുമാറുന്ന പിണറായി വിജയൻ വീഴുകയാണെങ്കിൽ ഇടതുപക്ഷത്തെ നയിക്കാൻ ഇനി ആര് എന്ന ചോദ്യം CPM നേതാക്കളെ അങ്കലാപ്പിലാക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കേരളത്തെ ഒരു തുരുത്തിൽ മാത്രം അവശേഷിക്കുന്ന ഒരു തരി കനലും കൂടി ED ഊതിക്കെടുത്തുമെന്ന് കരുതേണ്ടി വരും.